തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനെ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ടിവി പ്രേക്ഷക സംഘം കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവിനോടൊന്നിച്ചായിരിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായി നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സ്പിരിറ്റിനെ കുറിച്ചിട്ടാണ്. ദൈവവചനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, എൻ്റെ ഉള്ളിൽ സ്വർഗം പകർന്നിരിക്കുന്നത് എക്സലന്റ് സ്പിരിറ്റ് ആണ്. ഈ എക്സലന്റ് സ്പിരിറ്റിനെ എന്തിനാണ് ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്? ഞാൻ എല്ലാ മേഖലയിലും എക്സലൻസിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ എക്സലൻസിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേഡ് പറയുമ്പം ഗുഡ്, ബാഡ്, ഗുഡ്, ബെറ്റർ, എക്സലൻസ് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് വരാറുണ്ട്. ഈ എക്സലൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എക്സലൻസ് എന്ന് പറയുന്നത്. ആ വിധത്തിൽ എന്നെ എത്തിക്കേണ്ടതിനാണ് ആ സ്പിരിറ്റിനെ എൻ്റെ മേലാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ വിധത്തിലും എക്സലൻസിൽ ജീവിക്കാൻ കഴിയുമോ? ദൈവജനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നെ എല്ലാ മേഖലയിലും എക്സലൻസിൽ ജീവിക്കേണ്ടതിനാണ്. ഞാൻ ഈ പറഞ്ഞത് ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകട്ടെ, നിങ്ങൾ ആരാണെന്ന ബോധ്യത്തിലും എന്താണ് കർത്താവ് നിങ്ങളിൽ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ എവിടെ ആയിരിക്കണമെന്നാണ് സ്വർഗത്തിന്റെ ഉദ്ദേശമെന്നും മനസ്സിലാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. The Holy Spirit is the spirit of excellence. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് ശ്രേഷ്ഠതയുടെ ആത്മാവാണ്. So when I receive the Holy Spirit, ഞാൻ പരിശുദ്ധാത്മാവിനെ I സ്വീകരിക്കുന്ന സമയത്ത് receive the spirit of excellence in me. ഞാൻ ശ്രേഷ്ഠതയുടെ ആത്മാവിനെ കൂടെയാണ് ഞാൻ സ്വീകരിക്കാൻ എന്ന് ഇടയാകുന്നത്. പറഞ്ഞേ, Holy Spirit is the spirit of excellence. പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠതയുടെ ആത്മാവാണ്. So when I receive the Holy Spirit, ഞാൻ പരിശുദ്ധാത്മാവിനെ I സ്വീകരിക്കുമ്പോൾ received what I received? The spirit of excellence I received. ഞാൻ ശ്രേഷ്ഠതയുടെ ആത്മാവിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. Hallelujah. 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 So when you are facing inflations in your life, don't be fearful. നിങ്ങൾ ഭയപ്പെടരുത്. You are chosen. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. To live excellent. ശ്രേഷ്ഠമായ ജീവിതം ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. When you are facing issues, നിങ്ങൾ പ്രശ്നം നേരിടുമ്പോൾ you have to know നീ തിരിച്ചറിയണം who you are. നീ ആരാണെന്ന്. You are chosen നീ to live excellent.
ശ്രേഷ്ഠമായി ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. Why you are fearful? എന്തിനാണ് നീ God ഭയപ്പെടുന്നത്? chosen you to live like that. നീ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കാൻ ശ്രേഷ്ഠമായി Why you ജീവിക്കാൻ. are fearful? നീ എന്തിനാണ് ഭയപ്പെടുന്നത്? God want to reveal His excellence through you in your world. ദൈവത്തിന്റെ ശ്രേഷ്ഠത നിന്റെ ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ വിലക്കയറ്റം കേൾക്കുമ്പോൾ അയ്യോ 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 എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നിങ്ങളെ ഈ ലോകത്തിൽ അവന്റെ എക്സലൻസ് വെളിപ്പെടുത്താൻ വേണ്ടി വിളിച്ചിരിക്കുക. പിന്നീട് നിങ്ങൾ ഏത് വിലക്കയറ്റം വന്നാലും താണുപോകുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ അതിനുള്ള ഉത്തരവുണ്ടോ? എന്നാ ഉണ്ട്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. Oh, come on church, give a praise offering to the Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചോട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുവാ, ഇവനെ എന്നെ ഈ അവന്റെ ലോകത്തിൽ എന്റെ എക്സലൻസ് കാണിക്കാൻ വിളിച്ചിരിക്കുക. പിന്നീട് നിങ്ങൾ വിലക്കയറ്റത്തെ ഓർത്ത് ഭാരപ്പെടണോ, പ്രതിസന്ധി ഓർത്ത് ഭാരപ്പെടണോ? കാരണം അത് നിന്നെ തൊടത്തില്ല. എന്നാൽ എന്നെ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? നമുക്ക് എങ്ങനെയുള്ള പ്രസംഗം കേൾക്കാനാണ് ഇഷ്ടം എന്നറിയോ? യേശു നിന്റെ കണ്ണുനീർ തുടയ്ക്കും, യേശു നിന്റെ സ്ഥിതിയെ മാറ്റും, യേശു നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റും, യേശു നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത് നടക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ തന്നപ്പോ എൻ്റെ എക്സലൻസും കൂടെ ശ്രേഷ്ഠതയും കൂടെ നിനക്ക് തന്നിരിക്കുക. നിന്നെ ഒരെണ്ണം തൊടത്തില്ല, ഒരു പ്രശ്നവും നിന്നെ തൊടത്തില്ല. നിനക്ക് കണ്ണീരുണ്ടാകുന്ന സാഹചര്യം വന്നാൽ അത് നിന്നെ തൊടത്തില്ല, അത് നിന്നെ ഭരിക്കത്തില്ല, അത് നിന്നെ നശിപ്പിക്കത്തില്ല. കൂടില്ല, കൈയടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. When you receive the Holy Spirit, you receive the spirit of excellence. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് നീ ശ്രേഷ്ഠതയുടെ ആത്മാവിനെ Don't സ്വീകരിച്ചിരിക്കുന്നു. worry about the rising inflations. നീ വിലക്കയറ്റത്തെ കുറിച്ച് ഓർത്ത് നീ Don't worry about the financial or economical crisis. സാമ്പത്തികമായ പ്രശ്നങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടരുത്. Because you are packed with the promises of God. നിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് നിന്നെ കവർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നെ ബാക്ക് ചെയ്തിരിക്കുകയാണ്. You are packed with the word of God, packed with the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് നിന്നെ പൊതിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിനും പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടതും മുഴുവൻ അവന്റെ ശക്തിയാൽ അവൻ നിനക്ക് തന്നിരിക്കുകയാണ്. തരാൻ പോകുകയല്ല, തന്നിരിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. 2-3 പ്രാവശ്യം കൂടെ നോക്കൊന്ന് പറഞ്ഞാലോ. When I received the Holy, ഞാൻ ദൈവാത്മാവിനെ സ്വീകരിച്ചപ്പോ, ഉറക്കെ പറ, ശബ്ദം ഉയർത്തി പറ, ഞാൻ ദൈവാത്മാവിനെ സ്വീകരിച്ചപ്പോ ഞാൻ സ്വീകരിച്ചത് ദൈവാത്മാവിനെ മാത്രമല്ല, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സ്പിരിറ്റിനെയും കൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവാത്മാവനെന്ന് പറഞ്ഞപ്പോൾ ആ ശ്രേഷ്ഠത നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ആ സമയത്ത് എന്ത് വന്നിട്ടുണ്ട്? ആ ശ്രേഷ്ഠതയും കൂടെ വന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം വായിച്ച് നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. Then this Daniel was preferred above all the presidents and princes because of the excellent spirit. എന്ന് പറഞ്ഞ അവന്റെ അകത്ത് ദിവ്യമായ ആത്മാവ് ഉണ്ടതുകൊണ്ട് രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ച്? സകല രാജാക്കന്മാർക്കും സകല മന്ത്രിമാർക്കും മുകളിൽ അവനെ ആക്കി വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ, നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരാളുടെ കീഴിലായിരിക്കത്തില്ല, നിന്നെ ഒരാളുടെ മുകളിലാക്കാൻ ആ നിമിഷം മുതൽ ദൈവത്തിന് കഴിയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. പരിശുദ്ധാത്മാവ് എക്സലന്റിന്റെ ആത്മാവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ നിമിഷം മുതൽ നിനക്ക് പ്രമോഷൻ ഉണ്ടാകും. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇത് സഭയോടുള്ള ദൂതാണ്. ഞാൻ നിങ്ങൾ എഴുതി വെച്ചോ, സഭ അടുത്തൊരു പ്രമോഷനിലേക്ക് പോകുകയാണ്.
അടുത്തൊരു എക്സ്റ്റൻഷനിലേക്ക് പോകുകയാണ്. കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദവേർത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കേട്ടോ, ദാനിയേലിന്റെ ഉള്ളിൽ ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉണ്ടെന്ന് രാജാവ് കണ്ടെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് നാട്ടുകാര് കാണുമെന്ന, വീട്ടുകാര് കാണുമെന്ന, ദേശക്കാര് കാണുമെന്ന. എന്നിട്ട് പറയുവോ, അവിശ്വാസിയായ രാജാവ് തന്റെ കീഴിലുള്ള രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും പ്രസിഡന്റുകൾക്കും മേളിൽ അവനെ ആക്കിയെന്ന. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എക്സലന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം മുതൽ നിനക്ക് സ്ഥാനക്കയറ്റം വരികയാണ്. നിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റ് ആണ്. നിങ്ങൾ ആരും അതിനെ ആമീൻ പറഞ്ഞില്ല. സന്ദീപെ കേൾക്കുന്നോ? നിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. നീ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റ് ആണ്. നീ ആരുടെ മുകളിൽ ആകണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റ് ആണ്. നിന്റെ പ്രൊമോഷൻ തീരുമാനിക്കുന്നത് നിന്റെ എക്സലന്റ് സ്പിരിറ്റ് ആണ്. നിന്റെ മാന്യത തീരുമാനിക്കുന്നത് നിന്റെ എക്സലന്റ് സ്പിരിറ്റ് ആണ്. That means when you receive the spirit of excellence, നീ ശ്രേഷ്ഠ ആത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് inside the spirit of excellence, ശ്രേഷ്ഠ ആത്മാവിന്റെ ഉള്ളിൽ you have the promotions, നിനക്ക് പ്രൊമോഷൻ ഉണ്ട്. you have the positions, നിന്റെ സ്ഥാനമുണ്ട്. you have the promotions, നിനക്ക് പ്രൊമോഷൻ ഉണ്ട്. you have the positions. നിന്റെ സ്ഥാനമുണ്ട്. It is all inside the spirit of excellence. ആ ശ്രേഷ്ഠ ആത്മാവിനകത്ത് ഇതെല്ലാം ഉണ്ട്. Come on church, say hallelujah. 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 People going to see you have an excellent spirit. That's why they are going to prefer it. You prefer it about you to reach heights. Amen. നിന്റെ ഉള്ളിലെ ശ്രേഷ്ഠ ആത്മാവിനെ കണ്ടിട്ട് ആൾക്കാർ നിനക്ക് മുൻഗണന തരാനായി പോകുന്നു. എന്തിനാ? ഉയരത്തിലേക്ക് പോകാനായി. ലോകത്തിലെ ആളുകൾ നിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റിനെ കണ്ടിട്ട് നിങ്ങനൊക്കെ ഉയർച്ചയിലേക്ക് വരാൻ അവര് മുന്നോട്ട് വരാൻ പോവുക. ഇത് മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ. നിങ്ങളൊരു സാധാരണക്കാരായി ജീവിക്കേണ്ടവരല്ല. ഒരു സാധാരണ ജീവിതം ജീവിക്കേണ്ടവനല്ല ദൈവം നിങ്ങളുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ തന്നത്. നിങ്ങളൊരു അസാധാരണ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോ നിന്റെ മേൽ പകർന്നതാണ് പരിശുദ്ധാത്മാവ്. എന്റെ കൂടെ ഒന്ന് പറയാവോ, when God decided, ദൈവം തീരുമാനിച്ചപ്പോൾ, ദൈവം എപ്പോഴാണോ ഞാൻ ബ്യൂട്ടിഫുൾ ആയി സ്ട്രോങ് ആയി ലോകത്തിന്റെ നടുവിൽ ഉയർന്നു നിൽക്കണമെന്ന് തീരുമാനിച്ചത്, അപ്പോഴാണ് അവന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കൈയടിക്കാം, ഒരു ഹല്ലേലൂയ പറയാം, ശബ്ദമുയർത്താം. അതുകൊണ്ട് ഒരു സാധാരണ ജീവിതത്തെ വെറുത്താട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു സാധാരണ ജീവിതത്തെ വെറുത്താട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു സാധാരണ ജീവിതത്തെ വെറുത്താട്ടെ. ഒരു അസാധാരണ ജീവിതത്തിനായി സ്വപ്നം കണ്ടാട്ടെ. ഞാൻ അവയെ വാചകം തിരുത്തുക, അസാധാരണ ജീവിതത്തിനായി സ്വപ്നം കണ്ടാട്ടെ എന്ന് പറഞ്ഞ് തിരുത്തുക. കാരണം അസാധാരണ ജീവിതം ആൾറെഡി നിനക്ക് തന്നു കഴിഞ്ഞു. യു ഹാവ് ടു കണ്ടീഷൻ യുവർ സ്പിരിറ്റ്, കണ്ടീഷൻ യുവർ മൈൻഡ്, then it will manifest to you. Amen. നിന്റെ മനസ്സിനെ അതിനായി പുതുക്കി പണിയുക, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയാകും. So simple. നിസ്സാരമാണ്. Already you have the spirit of excellence in you. നിനക്ക് ശ്രേഷ്ഠ ആത്മാവ് നിന്റെ അകത്തുണ്ട്. God is ready to reveal the excellence through you. ദൈവമാണെങ്കിൽ ആ ശ്രേഷ്ഠ നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരിക്കുന്നു. That was your calling. That is your calling. അതാണ് നിന്റെ വിളി. So what you needed, you needed to condition your mind. നിന്റെ മനസ്സിനെയാണ് നീ ഒന്ന് പുതുക്കേണ്ട ആവശ്യം. So you have to accept it. നീ അതിനെ അംഗീകരിക്കണം. No need to reach excellence. Already I have the excellence. നീ ആ ശ്രേഷ്ഠതയിലേക്ക്
എത്തിച്ചെല്ലേണ്ട ആവശ്യമില്ല. നിന്റെ ഓൾറെഡി നിന്റെ അകത്ത് ശ്രേഷ്ഠതയുണ്ട്. You have to condition your mind. നിന്റെ മനസ്ഥിതിയെ നീ ഒന്ന് You have to മാറ്റണം. build your mind. നിന്റെ മനസ്സിനെ ഒന്ന് You have to പണിയണം. build your attitude. നിന്റെ ആറ്റിറ്റ്യൂഡിനെ നീ You have to say to yourself, നീ നിന്നോട് തന്നെ പറയണം, I have the spirit of excellence. എനിക്ക് ശ്രേഷ്ഠതയുടെ ആത്മാവ് എന്നിലുണ്ട്. കൈ അടിച്ചുകൊണ്ട് പറ, I have the spirit of excellence. എനിക്ക് ശ്രേഷ്ഠതയുടെ ആത്മാവ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് സാധാരണ ജീവിതം വേണ്ട. എനിക്ക് സാധാരണ ജീവിതം വേണ്ട. ഒന്നും കൂടെ പറ, ഞാൻ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. സാധാരണ ജീവിതത്തിൽ മാറുകയാണ്. ഞാൻ യേശുവിനെ സ്വീകരിച്ച ദിവസം മുതൽ. ഞാൻ യേശുവിനെ സ്വീകരിച്ച ദിവസം മുതൽ. ഒന്ന് ചുണയായി ആരാധിച്ചാട്ടെ. ആമേൻ. ഇരുന്നാട്ടെ. ഞാനൊന്നും കൂടെ പറയട്ടെ, നിങ്ങളുടെ സാധാരണ ജീവിതം തീർന്ന ദിവസമാണ് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്ന ദിവസം. നിങ്ങൾ ആരും അത് കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും കൂടെ പറയാം, നിങ്ങളുടെ സാധാരണ ജീവിതം തീർന്ന ദിവസമാണ് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന ദിവസം. അന്ന് മുതൽ അസാധാരണ ജീവിതം നിങ്ങൾ ആരംഭിച്ചു കഴിയുകയാണ്. അന്ന് ആർക്കാ ശബ്ദം ഉണ്ടാക്കാ? പക്ഷെ നമ്മുടെ മനസ്സോ നമ്മുടെ ചിന്തയോ ആ വിധത്തിൽ ട്യൂൺഡല്ല, പ്രസംഗിച്ചില്ല, ആരും കേട്ടില്ല, ആരും മനസ്സിലാക്കിയില്ല. അങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടതെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല, ആരും അതിനെ പറഞ്ഞില്ല, ആരും അതിനെ ഗ്രഹിച്ചില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉപദേശിയാണ് ഏറ്റവും സാധാരണക്കാരനെ പോലെ വേഷം ധരിക്കുന്നത്. ഒരു കീറിയ ജുബ ഇടാമെങ്കിൽ ഏറ്റവും സാധാരണക്കാരനായി. പക്ഷെ വേദപുസ്തകം പറയുന്നത് ഞാൻ നിനക്ക് തന്നത് എക്സലന്റ് സ്പിരിറ്റ് ആണെന്ന്, ശ്രേഷ്ഠതയുടെ ആത്മാവാണെന്ന്. എവിടെയോ കോൺട്രഡിക്ടറി ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ വേദപുസ്തകം 1-2 പത്രോസ് 1-3 വാക്യം വായിക്കുമ്പോൾ അവന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാ എഴുതിയിരിക്കുന്നത്? മഹത്വത്താലും. ഉറക്കെ പറ. അവിടെ എഴുതിയിരിക്കുന്ന മഹത്വത്താലും വീര്യത്താലും എഴുതിയിരിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്നത് എക്സലന്റ് ആൻഡ് ഗ്ലോറി എന്നാണ്. എന്ന് പറഞ്ഞ ദൈവം നിന്നെ വിളിച്ചതേ ശ്രേഷ്ഠമായിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ശ്രേഷ്ഠമായിട്ടാ വിളിച്ചേ, പക്ഷെ സാധാരണക്കാരനായി ജീവിക്കാനാ. എന്നാ വിരോധാഭാസം നോക്കി. നിന്നെ എങ്ങനെ വിളിച്ചത്? ശ്രേഷ്ഠമായിട്ടാ വിളിച്ചത്, പക്ഷെ എങ്ങനെയാ ജീവിക്കേണ്ടത്? സാർ എവിടെയോ പ്രശ്നമില്ലേ? വിളിച്ചവൻ ഭയങ്കര ശ്രേഷ്ഠമായിട്ടാ, പക്ഷെ ജീവിക്കേണ്ടത് എങ്ങനെയാ? അതിനെന്തോ ഒരു കുഴപ്പമില്ലേ? സാധാരണ ശ്രേഷ്ഠമായ വിളിച്ചതെങ്കിൽ ശ്രേഷ്ഠമായി ജീവിക്കണം. മിനിയാണ്ടി എവിടെ നിന്ന് പറയുന്നു ശ്രേഷ്ഠമായി ജീവിക്കണം? പറ. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ശ്രേഷ്ഠമായ വിളിച്ചതെങ്കിൽ സാധാരണമായി ജീവിക്കണം. എങ്ങനാ? നിങ്ങളുടെ വിളി ശ്രേഷ്ഠമെങ്കിൽ നിങ്ങളുടെ ജീവിതവും ശ്രേഷ്ഠമായിരിക്കണം. നിങ്ങൾ ജനിച്ചത് രാജകുടുംബത്തിലെങ്കിൽ രാജാവായി ജീവിക്കണം. നിങ്ങൾ ജനിച്ചത് വിളിച്ചത് ശ്രേഷ്ഠമായെങ്കിൽ ശ്രേഷ്ഠമായി ജീവിക്കണം. നിങ്ങളെ വിളിച്ചത് ശ്രേഷ്ഠമായി ജീവിക്കാനെങ്കിൽ അതിലായി ജീവിക്കണം. അത് തലയിലോട്ട് വരണം, അത് മനസ്സിൽ കയറണം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പരാജയത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി തോൽവിയിലായിരിക്കുക എന്നത് സ്വർഗത്തിന്റെ ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്താ? എന്നെ എല്ലാ വിധത്തിലും ജയിപ്പിക്കണമേ, എല്ലാ വിധത്തിലും. എന്തുകൊണ്ടാണ് നമ്മളത് ചിന്തിക്കുന്നത്? കാരണം ക്രിസ്തുവിന് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. എന്നാൽ വ്യത്യാസം തരാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, എല്ലാ മേഖലയിലും എക്സലൻസിൽ ജീവിക്കാനാണ്. എന്നോടൊപ്പം ചേർന്നെന്ന് പറഞ്ഞ ഒരു എക്സലൻസ് സ്പിരിറ്റ് ആണ് എൻ്റെ മേലുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ മേഖലയിലും എക്സലൻസിൽ ജീവിക്കണം. കർത്താവിൻ്റെ എക്സലൻസ് നിങ്ങളുടെ എല്ലാ മേഖലയിലും കാണട്ടെ. ആ വിധത്തിലൊരു ലൈഫ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, അമ്മയുടെ പേര് സരോജിനി, തിരുവല്ലയിൽ നിന്ന് വരുന്നു. അമ്മയ്ക്ക് പറയാനുള്ള സാക്ഷ്യം, 2023 ഫെബ്രുവരി 8-ാം തീയതി അമ്മയുടെ കാലൊടിഞ്ഞു. 11 മാസം വോക്കറിലും സ്റ്റിക്കറിലും ആയിരുന്നു അമ്മ ആശ്രയിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരികയും അമ്മയ്ക്ക് പൂർണ്ണ വിടുതൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. വാക്കറിലാണ് അമ്മ നടന്നിരുന്നേ. അതെ, ഇപ്പോ അമ്മ വാക്കറിലാണ് നടക്കാൻ തുടങ്ങി. അതെ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചിരുന്നേ. അത് മാത്രമല്ല, അമ്മ മുടന്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മുടന്തിയാ നടന്നുകൊണ്ടിരുന്നത്. ചാടിയാ നടന്നോണ്ടിരുന്നത്. ചാട്ടായിരുന്നു, ഭയങ്കര ചാട്ടായിരുന്നു.
ചട്ടായിരുന്നു. ആയിരുന്നു. ഈ ജനുവരിയില് ചർച്ച് വന്നു, അന്ന് സൗഖ്യമായി. ഞാൻ ആ ഹോളി കൂടെ എല്ലാം ഓടി നടന്നു. ഇപ്പൊ എനിക്ക് ഇപ്പൊ എനിക്ക് ചട്ടില്ല. കമ്പി കിടക്കുവാ, 2 കമ്പി കാലയില്. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 കമ്പി ചട്ടില്ല. ഇല്ല, ചട്ടില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ ആ സന്തോഷം അത് വെളിപ്പെടുന്ന പറച്ചിലുകാർക്ക് അറിയാം കേട്ടോ. സന്തോഷമായിട്ട് പോയിട്ട് അമ്മേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് അമ്മയ്ക്ക്. ഒരു സാക്ഷ്യം കൂടെ പറയുന്നത് 2022 മാർച്ച് മാസം ഒരുപാട് സാക്ഷ്യമുണ്ട്. മാർച്ച് മാസം അമ്മ വേദപുസ്തകം വായിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മയുടെ 2022 മൂർക്കം പാമ്പ് കയറി. അമ്മ പെട്ടെന്ന് എണീറ്റ് മാറിയപ്പോഴത്തേക്ക് ആ മൂർക്കം പാമ്പ് 10 വിടർത്ത് നിൽക്കുമായിരുന്നു. അമ്മ പറഞ്ഞ കർത്താവ് വലിയൊരു ആപത്തിൽ നിന്ന് അമ്മയെ വിടുവിച്ചു എന്നാണ്. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമായിട്ട് പോയി. കേലം സീരിയൽ നമ്പർ 92. ഈ മകന്റെ പേര് അരവിന്ദ് എന്നാണ്. വർക്കല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 1 വർഷമായി ഈ മകന്റെ വിഷ്ണത്തിന് വീക്കവും ശരീരവേദനയായി ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിംഗില് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ വരിയിലിരിക്കുന്ന ഇത്രയും പേര് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം തൊടുകയും അവർ എഴുന്നേറ്റ് നിൽക്കാൻ ഇടയാകുകയും ബ്രദർ അത് അങ്ങോട്ട് തന്നെ പറയാനായിട്ട് ഇടയായി. അങ്ങനെ ഇവർ എഴുന്നേറ്റ് നിൽക്കുകയും ആ നിമിഷത്തിൽ തന്നെ ഈ മകന് ആ വിഷ്ണത്തിലുള്ള വേദനയും ആ ശരീരവേദനയും അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആകുവാനായിട്ട് ഇടയായി. ഈ ശാരീരിക അസ്വസ്ഥത മൂലം ഈ മകൻ ആരോടും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ സംസാരിക്കുക പോലും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഇതിന് ശേഷം എല്ലാവരോടും ഇപ്പോൾ സംസാരിക്കുകയും മകൻ വലിയ ഹാപ്പിയിലായിരിക്കുകയാണെന്നാണ് മാതാവ് പറയുന്നത്. മോൻ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു? ആ ക്യാമ്പിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സൗഖ്യമായി? എത്ര നാൾ നിനക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു? 7 മാസത്തോളമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതൊരു വലിയ കാര്യമോ പേഴ്സണലി ഒന്ന് പറയാൻ പ്രയാസമുള്ള കാര്യമോ, പക്ഷേ അവൻ വന്ന് പറഞ്ഞത് അവനുണ്ടായ സൗഖ്യത്തിന് വലിപ്പം ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കേലം 94. ഈ അമ്മയുടെ പേര് ഇന്ദിരെന്നാണ്. മൺട്രോത്തുരുത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. 2022 ജൂലൈയിൽ നടന്ന ഒരു അത്ഭുത സാക്ഷ്യത്തെ കുറിച്ചാണ് പറയുവാനാണ്. 2022 നടന്നത്. അതെ. അമ്മയ്ക്ക് വീണതിനെ തുടർന്ന് നട്ടെല്ലിന് 2 പൊട്ടലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും ബെൽറ്റ് ഇടുകയും 3 മാസം ബെഡ് റെസ്റ്റ് പറയുകയായിരുന്നു. ആ 3 മാസത്തിൽ നിന്ന് 1.5 മാസമായപ്പോൾ ചർച്ചിലേക്ക് കടന്നു വരികയും ജോൺ ബ്രദർ സിസ്റ്റർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിമിഷം തന്നെ സൗഖ്യമാകുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ പറഞ്ഞത് 3 മാസത്തിന് മുമ്പായിട്ട് അമ്മ എഴുന്നേറ്റ് നടന്നാൽ തളർന്നു പോകുകയും വീഴുകയും ചെയ്യുമെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഈ 1.5 മാസത്തിനുള്ളിൽ അമ്മ സൗഖ്യമായത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? നട്ടെല്ല് പൊട്ടി എന്ന് പറഞ്ഞു, ശരിയാണോ? തൊഴിലുറപ്പിൽ നിന്നപ്പം മറിഞ്ഞു വീണതാ, തെന്നി മറിഞ്ഞു വീണതാ. എന്നിട്ട് എന്തോ സംഭവിച്ചു അമ്മയ്ക്ക്? അന്നേരം പെട്ടെന്ന് തന്നെ മേറ്റന്മാരെല്ലാം കൂടെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ എക്സ്റേ എടുത്തപ്പം 2 പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ESI ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ചീരങ്കാവിലോട്ട് കൊണ്ടുപോയി. അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടന്ന് പിന്നെ 3 മാസം കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു 3 മാസം ഒന്നും കിടക്കത്തില്ല അമ്മ, 2 മാസം അതിന് മുമ്പേ അമ്മ എണ്ണീക്ക് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കപ്പനി എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് സുഖമാവും. പിന്നെ അങ്ങനെ തന്നെ ഇളയ മോൾ ഐഷ എന്നെ ഇവിടെ ചർച്ചിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഓരോ അത്ഭുതങ്ങളും ഓരോ സാക്ഷ്യവും നമ്മളോട് പറയുന്നത് കർത്താവ് ജീവിക്കുന്നു എന്നതാണ്. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുവരെ ദൈവത്തെ അനുഭവിക്കാത്ത ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും കർത്താവിനെ അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു
നിങ്ങളുടെ സമീപമുണ്ടെന്ന് ഞാൻ പറയും. കാരണം അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഉദ്ദേശത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുവാനിടയായത്, ഈ സുവിശേഷം കേൾക്കുവാനിടയായത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് പുതുമയുള്ളതായിരിക്കാം, പക്ഷേ സ്വർഗം നിങ്ങളെ വിളിക്കുകയാണ് അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്, അവൻ്റെ കൈ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ശബ്ദത്തെ കേൾക്കുന്ന ആരാണോ അവർക്ക് അവനെ അനുഭവിക്കുവാനായി കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, നിൻ്റെ കൃപകൾ കൊണ്ട്, അവിടുത്തെ സ്നേഹം കൊണ്ട് യേശുവെ അവിടുന്ന് നിറച്ചിരിക്കുക നന്ദി പറയുന്നു. ഈ ദൈവവചനം കേട്ട ഓരോ വ്യക്തികളും കർത്താവെ പരാജയത്തിലല്ല, ജയത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ജീവിക്കട്ടെ അപ്പാ, ദൈവിക അനുഭവങ്ങളിൽ ജീവിക്കട്ടെ അപ്പാ, അവിടുത്തെ കൃപയിൽ ജീവിക്കട്ടെ അപ്പാ, അവിടുത്തെ മഹത്വത്തിൽ ജീവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തി കൊണ്ടും അവിടുത്തെ സ്നേഹം കൊണ്ടും കർത്താവെ അങ്ങ് നിറച്ചിരിക്കുന്ന, അങ്ങ് വേർതിരിച്ചിരിക്കുന്ന ഈ കുടുംബങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. ഇവരായിരിക്കുന്ന എല്ലാ വേദനയുടെ അനുഭവങ്ങളിൽ നിന്നും കർത്താവെ, പരാജയത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കർത്താവെ ദൈവശ്രേഷ്ഠതയിലേക്ക് വരട്ടെ, എക്സലൻസിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഒരു കൊച്ചുമോളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 10 വയസ്സിനകത്തുള്ള ഒരു മോളെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം, കഫക്കെട്ട് മാറാനായിട്ട്. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, കഫത്താൽ പ്രയാസപ്പെടുന്നവർ, പനിയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, കാലിൻ്റെ പാദത്തിൻ്റെ അടിവശമല്ല, മുകൾ വശത്ത് ചില സീസണുകളിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് ചൊറിഞ്ഞു പൊട്ടുന്നൊരു വ്യക്തി എനിക്ക് കാണാം. അത് ചിലപ്പോൾ തോന്നും ആ തൊലിയെല്ലാം പോയിട്ട് ഉള്ളിലത്തെ എല്ല് കാണുന്ന വിധത്തിലാണ് ആ മാംസമായിരിക്കുന്നത്. ഒരു സാധാരണ വിധത്തിൽ അത് വന്ന് കരിഞ്ഞു പോകും. പിന്നെയും ഒരു സീസൺ വരുമ്പോൾ അത് പിന്നെയും ഉണ്ടാകും. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോഴെന്നെ കാണുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ഇനി ആ ശത്രു നിങ്ങളെ തൊടത്തില്ല, ഇനി ആ ശത്രു നിങ്ങളെ ലൈഫിനെ ഇല്ലാതാക്കത്തില്ല, ഇനി ആ ശത്രു നിങ്ങളെ പിന്തുടരത്തില്ല. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ. യേശുവെ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഭയത്തിൻ്റെ നിഴലിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ദൈവത്തിലുള്ള ആ സ്നേഹത്തിലും കൃപയിലുമായി തീരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, സാമ്പത്തിക പ്രയാസത്താൽ ഞെരുങ്ങുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ലൈഫിൽ വിശാലതയുണ്ടാകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.